റഹ്മാനേ എൻ വഴി റഹ്മത്തിലാക്കണേ. റബ്ബേ നീ ഒരാശ്രയം തന്നരുളേണമേ. പാപങ്ങൾ ഏറെയായി ദുനിയാവിൽ ചെയ്തു ഞാൻ, പാപങ്ങൾ ഏറെയായി ദുനിയാവിൽ ചെയ്തു ഞാൻ. ഈമാനിനായി മൗത്തതിനായി തുണയ്ക്കണേ. റഹ്മാനേ എൻ വഴി റഹ്മത്തിലാക്കണേ. ദുനിയാവ് മാത്രമാണെന്നുള്ള ചിന്തയിൽ അവസാന കോടതി പാടെ മറന്നു ഞാൻ. ദുനിയാവ് മാത്രമാണെന്നുള്ള ചിന്തയിൽ അവസാന കോടതി പാടെ മറന്നു ഞാൻ. നീറുന്ന കണ്ണുമായി കണ്ണുനീർ വീഴ്ത്തുന്നു ഞാൻ. നീറുന്ന കണ്ണുമായി കണ്ണുനീർ വീഴ്ത്തുന്നു ഞാൻ. എല്ലാം പൊറുത്തു നീ നേർവഴി കാട്ടണേ. റഹ്മാനേ എൻ വഴി റഹ്മത്തിലാക്കണേ. റബ്ബേ നീ ഒരാശ്രയം തന്നരുളേണമേ. എല്ലാം അറിയുന്ന നിൻ കൽപ്പന വിട്ടു ഞാൻ, എന്തിനും ഞാൻ മതി എന്നുള്ള ഭാവമായി. എല്ലാം അറിയുന്ന നിൻ കൽപ്പന വിട്ടു ഞാൻ, എന്തിനും ഞാൻ മതി എന്നുള്ള ഭാവമായി. മോഹങ്ങളേറുമി ദുനിയാവിൽ ജീവിതം, മോഹങ്ങളേറുമി ദുനിയാവിൽ ജീവിതം. നരകത്തിൽ നിന്നെന്നെ രക്ഷിക്കിറാകിമേ. റഹ്മാനേ എൻ വഴി റഹ്മത്തിലാക്കണേ. റബ്ബേ നീ ഒരാശ്രയം തന്നരുളേണമേ. പാപങ്ങൾ ഏറെയായി ദുനിയാവിൽ ചെയ്തു ഞാൻ, പാപങ്ങൾ ഏറെയായി ദുനിയാവിൽ ചെയ്തു ഞാൻ. ഈമാനിലായി മൗത്തതിനായി തുണയ്ക്കണേ. റഹ്മാനേ എൻ വഴി റഹ്മത്തിലാക്കണേ.
അപ്പുണ്ണിയേ, മൂത്ത തേങ്ങ മാത്രം ഇട്ടാ മതി. ആ കരിക്കൊന്നും വെട്ടിയിടല്ലേ. കഴിഞ്ഞ പ്രാവശ്യം കയറ്റിപ്പോയ തേങ്ങയിൽ കുറെ കരിക്കുണ്ടായിരുന്നു എന്ന് ആ പീഡിയക്കാരൻ പറഞ്ഞു. എവിടുന്നാ? ഞങ്ങള് കുറച്ച് ദൂരേന്നാ. എവിടുന്നാണെങ്കിലും അങ്ങോട്ട് ചെല്ലുക. നമ്മളെ കെട്ടിയോളുണ്ടാവും അവിടെ. ആഹാ മാധവ, എന്താ മാധവ ഇത്? കുറച്ച് വളം കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് മുങ്ങി നടക്കുക. അത് എന്നിട്ട് എങ്ങനെ പെണ്ണേജി കുട്ടിയും കൊണ്ട് കഴിച്ചിലായത്? മനുഷ്യന്മാർക്ക് പിരാന്തായ പിന്നെ എന്താ ചെയ്യ? പടച്ച റബ്ബേജ് കാക്ക്. പാത്തുമ്മോ, വരുന്നേ. മൂപ്പര് വന്നിക്കണ്, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. അന്റെ കാര്യം ഞാൻ പറയാം. ആ കഞ്ഞി മുഴുവനും മുക്കി കുടിക്കണട്ടാ. ആ മാധവൻ വന്നിരുന്നു. എത്രയും പെട്ടെന്ന് ദിവസം ഉറപ്പിച്ചോളാൻ പറഞ്ഞു ഞാൻ. കണ്ണ് നിറഞ്ഞുപോയി ആ പാവത്തിന്റെ. അത് നന്നായി. ഞമ്മളെ കൊണ്ട് പറ്റണ മാതിരിയൊക്കെ നമ്മൾ സഹായിക്കണ്ടേ? ആ പിന്നെ അപ്പുറത്ത് ആ പെണ്ണും കുട്ടിയും വന്നിക്കണ്. ഐറ്റങ്ങളെ സങ്കടം കേട്ടിട്ട് സഹിക്കണില്ല. കടപ്പുറത്ത് നടന്ന രേളിയില് അതിന്റെ പുയ്യാപ്പള്ളിയും കൂട്ടരിയൊക്കെ ആരൊക്കെ കൊന്നൊന്നും ബാക്കിയുള്ളവരൊക്കെ പോലീസിൽ ജയിലിലാക്കി എന്നൊക്കെയാ പറയണത്. പോരാണ്ട് കരക്കാരൊക്കെ കൂടിയിട്ട് ഓലോട് പൊരിയും കൂടി ഒഴിവാക്കി പോരണമെന്നും അല്ലെങ്കിൽ ഓളിയും കുട്ടിനെയും കൊല്ലും എന്നൊക്കെ പറഞ്ഞപ്പോ ആ കുട്ടിന്റെ കയ്യും പിടിച്ചിറങ്ങിയതാണല്ലോ ഓള്. എന്തൊക്കെയാ കേൾക്കേണ്ടി വരുന്നത്? ഒക്കെ മനുഷ്യന്മാരോരോ കുത്തിത്തിരിപ്പാ. പണ്ട് ഖിലാഫത്ത് കാലത്ത് സായിപ്പന്മാര് ചെയ്ത പണിയാ ഇപ്പം നമ്മളെ രാഷ്ട്രീയക്കാര് ചെയ്യുന്നത്. ഹിന്ദുവിനെയും മുസ്ലിമിനെയും തമ്മിലടിപ്പിച്ച് നടുവില് നിന്ന് ചോര കുടിക്കുക ചെയ്ത്താന്മാര്. പടച്ചോനെ ജി കാക്ക്. അത് പിന്നെ ഞാൻ ആ പെണ്ണിനെയും കുട്ടിനെയും ഇവിടെ നിർത്തിയാലോ എന്ന് ആലോചിക്കുക. എന്തെങ്ങളെ അഭിപ്രായം? എനിക്ക് സഹായത്തിന് ഒരാളുമായി. അതിനിപ്പോ എന്റെ അഭിപ്രായം നോക്കണോ പാത്തുമ്മോ? എന്റെ അഭിപ്രായത്തോട് എന്നെങ്കിലും ഇത്രയും കാലമായിട്ട് ഞാൻ എതിർപ്പ് പറഞ്ഞിട്ടുണ്ടോ? എന്നാലും അങ്ങനെയല്ലല്ലോ. നിങ്ങളോട് ചോദിക്കാതെ ഞാൻ എന്തെങ്കിലും ചെയ്തുക്കണോ? ആ അതും ശരിയാണ്. എന്നാ പിന്നെ ഞാൻ അടുക്കളയ്ക്ക് ചെല്ലട്ടെ. അൽഹംദുലില്ലാ, മൂപ്പര് സമ്മതിച്ച്. ഇനി മുതൽ നിങ്ങൾ രണ്ടാളും ഇവിടെ കൂടിക്കോളി. എനിക്ക് കൈസഹായത്തിനൊരാളുമായി. ഇന്റെ റമീഷാക്കൊരു കൂട്ടുകാരനായി. ഇല്ലടാ? അല്ലാജി കാര്യ എന്തിനാപ്പജി കരീണ്? ഒന്നുമില്ല താത്ത, എന്റെ സന്തോഷം കൊണ്ട് കരഞ്ഞു പോയതാ. പഠിച്ചങ്ങൾ ഒരിക്കലും കൈവിടൂല താത്ത. ഇജ് ധൈര്യമായിട്ട് നിക്ക്. പഠിച്ചവൻ എല്ലാത്തിനും ഒരു വഴി കാണാതിരിക്കൂല. എന്താ മോന്റെ പേര്? മോന് ഈ വീട് ഇഷ്ടായോ? ഈ ഉമ്മാനെ? മോനെ അവിടെ ഒരു കൂട്ടുകാരി ഉണ്ട്. ഓളവിടെ മാറി നിന്ന് നോക്കുക. റമീഷ, മോളിങ്ങോട്ട് വാ. മോൾ എപ്പോഴും പറയില്ലേ കളിക്കൂട്ടിനാരുമില്ലാന്ന്? ഇന്ന് മുതൽ മോളെ കൂട്ടിന് ഈ ഇക്കാക്കി ഉണ്ടാവും. മോക്ക് ഇഷ്ടായ ഇക്കാക്കാനെ? ഇനി ഒത്തിരി കളിപ്പാട്ടങ്ങൾ കാണണോ? പണ്ട് ആചാരപ്പുണ്ടായിരുന്ന കാലം തൊട്ടേ ഇവിടെ എങ്ങനെയാ? ആളും ബഹളവും പണിക്കാരും കൃഷിയും കന്നുകളും. കൃഷി ഇന്ന് കാണുന്നതിന്റെ 2 ഇരട്ടിണ്ടായിനി തന്നെ. 20 കാളവണ്ടി നിറച്ച് പച്ചക്കറിയും കയറ്റി കോഴിക്കോട്ടങ്ങാടിക്ക് പോയി വരുന്നൊരു കാലുണ്ടായിരുന്നു. ഇപ്പൊ ഒന്നുമില്ല. ഇത്തത്തിന്റെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര കൊല്ലായി? കല്യാണം കഴിഞ്ഞിട്ട് 10-20 കൊല്ലായി. അപ്പൊ നിങ്ങക്ക് റമീസാന്റെ മേലെ കുട്ടികളൊന്നും ഉണ്ടായില്ലേ? കല്യാണം കഴിഞ്ഞ് 16ാമത്തെ കൊല്ലം ഉണ്ടായതാ റമീഷ. തന്നെ. അന്ന് നാട്ടിലുള്ളവരൊക്കെ വിളിച്ച് ഇവിടെ ഒരു ആഘോഷം തന്നെ.
ഇപ്പൊ ഒക്കെ 5 വയസ്സായി. കൊല്ലങ്ങളൊക്കെ എത്ര പെട്ടെന്നാ കഴിഞ്ഞു പോണം. ഷമീദ് ഉണ്ടായപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഓൻ്റെ ഇപ്പാക്കും നല്ല പണിയുള്ള സമയമായിരുന്നു. കൂട്ടുകാരും അയലൊക്കക്കാരും എല്ലാവരും ചേർന്നൊരു ആഘോഷം തന്നെയായിരുന്നു. ആ ആഘോഷത്തിൽ കൂടിയ കൂട്ടുകാരൊക്കെ കൂടി തന്നെയാ ജാതിൻ്റെയും മതത്തിൻ്റെയും പേരിൽ എൻ്റെ കൺമുമ്പിലിട്ട് കൊത്തി നുറുക്കിയത്. ഇജ് മാണ്ടാത്തൊന്നും ആലോചിച്ച് മനസ്സടങ്ങാറാക്കണ്ട. അതൊക്കെ അങ്ങനെ സംഭവിച്ചു. ഇനി എന്ത് വന്നാലും അനക്കും കുട്ടിക്കും ഞങ്ങളില്ലേ. അൻ്റെതൊരു ആൺകുട്ടിയല്ലേ. 5 നേരം അള്ളഹാനോട് ഇജ് തേടിക്കോ. ഓനെ നന്നാക്കി തരാം. ഓൻ അനക്കൊരു തണലായിക്കോളൂ. ഇജ് നീച്ചുകാണ്ട് മോൻ കഴുകി അടുപ്പത്തേക്ക് ചെല്ല്. ഇത് ഞാൻ നോക്കിക്കോളാം. സ്നേഹക്കടലാണ് മനമൊരു സ്നേഹക്കടലാണ്. ഈ വീടൊരു സ്വർഗ പൂങ്കാവനമാണ്. ഈ സ്നേഹത്തീരത്തെ തഴുകും പൂങ്കാറ്റേ, കൂട്ടിനു നീയും കൂടെ പോരാമോ? സ്നേഹക്കടലാണ് മനമൊരു സ്നേഹക്കടലാണ്. ഈ വീടൊരു സ്വർഗ പൂങ്കാവനമാണ്. ഈ സ്നേഹത്തീരത്തെ തഴുകും പൂങ്കാറ്റേ, കൂട്ടിനു നീയും കൂടെ പോരാമോ? വാത്സല്യ തിരകളിരമ്പി കരയെ തലോടുമ്പോൾ, വെയിലേറ്റുണങ്ങിയ മണ്ണിൽ കുളിർമഴ പെയ്യുമ്പോൾ. വാത്സല്യ തിരകളിരമ്പി കരയെ തലോടുമ്പോൾ, വെയിലേറ്റുണങ്ങിയ മണ്ണിൽ കുളിർമഴ പെയ്യുമ്പോൾ. തളിക്കുന്നു മണ്ണിൽ 100 പുതുജന്മങ്ങൾ, ധരിക്കുന്നു ഭൂമി പട്ടിൻ പുതുവസ്ത്രങ്ങൾ. സ്നേഹക്കടലാണ് മനമൊരു സ്നേഹക്കടലാണ്. ഈ വീടൊരു സ്വർഗ പൂങ്കാവനമാണ്. സ്നേഹത്തീരത്തെ തഴുകും പൂങ്കാറ്റേ, കൂട്ടിനു നീയും കൂടെ പോരാമോ? പാത്തുമ്മോ, കുട്ടികള് വന്നു. എന്താ ഷമീദ് എത്രയും വൈകിയത്? കോളേജ് 4 മണിക്ക് വിടൂലേ? വണ്ടീന്റെ വീല് പഞ്ചറായി, അത് നന്നാക്കാൻ നിന്നോണ്ടാ ഇത്ര വൈകിയത്. എന്താ മക്കൾ എത്ര വൈകിയത്? അതൊന്നും പറയണ്ട എന്റെ ഉമ്മ. ഈ ഷമീർക്ക് എന്നെ കൊണ്ട് വണ്ടി തള്ളിച്ചു, അതും ആ റോട്ട് കൂടെ. അത് ശരി, പുറയിലിരുന്ന് സൂചിച്ച് പോന്നപ്പോന്നും കണ്ടില്ലല്ലോ. പോടാ. അകത്ത് കൊണ്ടുപോയി 2 ആൾക്കും എന്തെങ്കിലും കൊടുക്ക്. നല്ല വിശപ്പുണ്ടാവും, വണ്ടി തള്ളിയതല്ലേ. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടേ. കഴിക്കാനെന്താ എടുക്കണ്ടേ? ഒന്നും വേണ്ട. കടുപ്പത്തിൽ 2 ചായ.
മധുരച്ചിരി കൂടിയാലും പാലൊട്ടും കമ്മിയാണ്ട. തമാശയാവും. ഓസിന് തരും വേണം. നിന്റെ ഒക്കെ വായിലിരിക്കണ വളിച്ച തമാശ കേക്കും വേണം. കുടിച്ച പട്ടി എടുത്തിട്ട് പറയടാ. അപ്പൊ നാര് തരും. പോട്ടെ നായരെ, അവന് വിവരമില്ലായിട്ടല്ലേ. ഒരു കുറ്റി പുട്ടും 2 ചായയും തരും. കാശ് ഞാൻ വൈകിട്ട് തരാം. അങ്ങനെ നീയൊക്കെ കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ട് മോനെ ഫൈസലേ. പരിപ്പ് ഇവിടെ വേഗൂല. ഒരു ചായ. ആരാ മനസ്സിലായില്ല? അത്ഭുതപ്പെടേണ്ട, ഞാൻ തന്നെയാ കള്ളൻ ഹൈദ്രോസ്. പകൽ സമയത്ത് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഹൈദ്രോസ് തന്നെ. എന്റെ ഈശ്വരാ, അത്ഭുതം തന്നെ. നിന്നൊന്ന് പകൽ വെളിച്ചത്തെ കാണാനായല്ലോ. അല്ല, എന്തു പറ്റി നിനക്ക് ഈ നേരത്തെ ഇറങ്ങി നടക്കാൻ? പനിയാ, പേടിച്ചതാ ചിറ്റിനെ കണ്ടിട്ട്. എവിടെ ശരിക്കും കണ്ടോ? ഞാൻ ശരിക്കും കണ്ടതാ. എന്നോട് ഒരു കൂട്ടം പറയും ചെയ്ത്. നിങ്ങൾക്കെന്താ ഭ്രാന്തുണ്ടോ? ജിന്നിനെക്കാണ്, അതും പേരും കള്ളനായി ഇവൻ. ചിലപ്പോ ശരിയാണെങ്കിലോ? നിങ്ങളൊന്നും മിണ്ടാതിരിക്കുന്നേ. ഒന്നുമില്ലാതെ ഹൈദ്രോസി പട്ടാ പകല് ഇറങ്ങി നടക്കുവോ? എന്നിട്ട് ഹൈദ്രോസേ എന്താ ഉണ്ടായതൊന്ന് പറഞ്ഞ. അത് പിന്നെ ഞാനുമ്പളെ പള്ളിയിലെ നേർച്ചപ്പെട്ടി അടിക്കാൻ വേണ്ടി പോകുകയിനി. പള്ളീന്റെ മുമ്പിലെത്തിയപ്പം പള്ളിക്കാറ്റത് പള്ളീന്റെ ഉള്ളിൽ ഒരു വെളിച്ചം. ഞാൻ ശ്രദ്ധിച്ചു നോക്കിയപ്പോ ഒരാളുടെ പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങി വരുന്നു. ഒരു 10-28 അടി നീട്ടും, വെള്ളാരം കണ്ണു. നമ്മൾ പേടിച്ചു. ഒന്നായിട്ടൊരു നിസ്കാരക്കുപ്പായിട്ടൊരാള്, തലയിലൊരു തൊപ്പി. പടച്ചോനെ, എന്നാ ജിന്നേക്കാരം. എന്നിട്ട് എന്താ എന്നോട് പറഞ്ഞത്? അടിമുടി ഒന്ന് നോക്കിയിട്ട് ഹൈദ്രോസേന്നൊരു വിളി. ഞാൻ പേടിച്ച് വിറച്ചിട്ട് എന്തോ ഞാൻ വിളിയിട്ട്. അപ്പൊ എന്നോട് പറയാ, എടാ പഹ, മര്യാദയ്ക്ക് എന്റെ കള്ളത്തോരൊക്കെ നിർത്തിക്കോളണ്ടി, ഞാൻ ജിന്നാണ്. അതുകൊണ്ട് എന്നോട് പ്രത്യേക കാര്യം പറയാനാണ് ഞാൻ വന്നത്. ഇത് എല്ലാരോടും പറയണം, അല്ലെങ്കിൽ എനിക്ക് പ്രാന്താവൂന്ന്. എന്നിട്ട് എന്ത് കാര്യം എന്നോട് പറഞ്ഞു? ഇതൊന്നും മിണ്ടാണ്ടിരിക്കല്ലോ, ഞാനല്ലേ ജിന്നിനെ കണ്ട്. പാര പായ, ഈ നാട് നന്നാകാൻ പോവുകയാണ്. ഇങ്ങോട്ടൊരു മുസ്ലാരി വരുന്നുണ്ട്. അയാൾക്ക് ഒരുപാട് കറാമത്തുള്ള ആളാണ്. അയാളെ വരവോടുകൂടി നാട് നന്നാകാൻ പോവുകയാണ്. അതുകൊണ്ട് ഇന്നു മുതൽ എന്റെ കള്ളത്തരൊക്കെ നിർത്തിക്കോ, അയാളൊപ്പം കൂടിക്കോ, ഇല്ലെങ്കിൽ എനിക്ക് കുഷ്ഠം വന്ന് ചത്തുപോകുന്നു. ഇതും പറഞ്ഞ് ഇയാളിന്റെ ഒരു ഒറ്റ ഊത്ത്. പിന്നുണ്ടല്ലോ ഞാൻ ആകാശത്തേക്ക് ഇങ്ങനെ പൊന്തുക. ഒറ്റ മുകല്. പിന്നെ ഞാൻ നോക്കുമ്പോ പള്ളിയിൽ നിന്ന് ഇങ്ങനെ സുബൈവാൻ കൊടുക്കുന്ന ശബ്ദം. ഞാൻ നോക്കുമ്പോ എവിടെ കിടക്കുക? എവിടെ? പള്ളിത്തൊടിയില്. എന്റെ ദൈവേ, ഇങ്ങനെയൊക്കെയാണെങ്കിൽ സത്യം തന്നെ കാരണം. കുട്ടികളെ, ഈ നാടൊക്കെ ഒന്ന് നന്നായിട്ട് വേണം ഇന്റെ പീഡിയ റൂമൊക്കെ നേശിയാക്കാൻ. ഈ പീഡിയ റൂമല്ലേ? ഏതമ്മയുടെ കല്യാണത്തിനടാ 3 പേരും കൂടെ? ഇങ്ങോട്ട് മാനിക്കടാ, ഇങ്ങോട്ട് നിൽക്ക്. എവിടെ ലൈസൻസ്, ആസ്തി ബുക്ക്? ഒന്നും ഉണ്ടാവില്ല അല്ലേ? സർ, അത് പിന്നെ എന്താ തന്റെ പേര്? സുധീഷ്. എവിടേക്കാ 3 പേരും കൂടെ? ഇവിടെ അടുത്താണ്. ലൈസൻസ് എടുക്ക്. അത് പിന്നെ സർ, അതെനിക്കറിയാം, ഒന്നും ഉണ്ടാവില്ല. ശരി, ഒരു 500 രൂപ അടച്ചിട്ട് പോയിക്കോ. മൂന്ന് പേരും വേ സ്ഥലം വിട്ടോണം. മേലി പരിസരത്ത് കൊണ്ടുപോകരുത്. ശരി സർ. നിർത്ത് നിർത്ത്. എന്താ പേര്? രാഘവൻ. ഓക്കെ, ശരി സാർ. ഓട്ടോക്കാരനാ, പായേരും. പോട്ടെ. അസ്സലാമു അലൈക്കും.
വാലേക്കും അസ്സലാം. എവിടെ എൻ്റെ കുട്ടിയെ? ഇപ്പൊ കാണുന്നില്ലല്ലോ അന്നെ അങ്ങോട്ടൊന്നും. പണിയും പ്രവൃത്തിയൊക്കെ ആയപ്പോ മറന്നോ ജിന്നെ സമയത്തിനൊക്കെ? അതെങ്ങനെ മറക്കും അമ്മ? ആ, എവിടെ ഷമീദ്? മോളിലുണ്ട്, ഇപ്പൊ വിളിക്കാം. ഷമീദേ, ഷമീദേ. എന്തോ ഉമ്മ? ഇതാരാ വന്നിക്കണേ നോക്കിയാ? അല്ല, ഇതാരാണ്? ഒരു മുന്നറിയിപ്പില്ലാതെ. ആ, അങ്ങനെ വരേണ്ടി വന്നു. നിങ്ങളിരിക്കേ, ഞാൻ ചായ എടുക്കാം. ആ, വേണ്ടമ്മ, ചായ ഒന്നും വേണ്ട. എനിക്ക് അല്പം ധൃതിയുണ്ട്. അതൊന്നും സാരല്ല. എത്ര ദിവസമായി ഇങ്ങോട്ട് വന്നിട്ട്? പിന്നെ എന്തൊക്കെയാടാ വിശേഷങ്ങള്? അതൊക്കെ പറയാം. നമുക്കൊന്ന് പുറത്തു പോയാലോ? ഓക്കെ, ഉമ്മ ചായ എടുക്കണ്ട്, ഞാൻ അപ്പോഴത്തേക്കൊന്ന് റെഡിയാ. ഓക്കെ. അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? എനിക്ക് സന്തോഷമായി. നിങ്ങളുടെ ഈ സ്നേഹപ്രകടനം എന്നെ വീർപ്പുമുട്ടിക്കുന്നു. ഞാൻ ചെയ്യാൻ പോകുന്ന കർമ്മങ്ങളിൽ ഈ നാട് രക്ഷപ്പെടും. അതിന് പടച്ച തമ്പുരാൻ നമ്മൾ അനുഗ്രഹിക്കണം. വലൈക്കുസ്സലാം. വരി വരി, കയറി ഇരിക്കി. അങ്ങോട്ട് ഇരിക്കി. എവിടുന്ന? കുറച്ച് ദൂരെ വലിയൊരു പ്രശ്നമായിട്ടാണ് വരവ് അല്ലേ? അതെ മൂല്യരെ. എന്നാ സമയം കളയണ്ട, പറഞ്ഞോളൂ. എന്റെ ഭാര്യയാണ് എന്റെ പ്രശ്നം. ഓൾക്ക് എന്ത് പറ്റി? ഓള് രാത്രി എഴുന്നേറ്റ് നടക്കണ ഒരു കുഴപ്പമുണ്ട്. അതിന് ആവശ്യമൊന്നുമില്ല. വെറുതെ കൂടെ ചെന്ന് ചുറ്റിയെടുത്ത തലക്കുറ അപ്പ ശരിയായിക്കോളൂ. ആ, നിങ്ങൾ പറയും, തെളിച്ച് പറയും. ഓള് രാത്രി ഉറക്കത്തിൽ എണീറ്റ് നടക്കാണ്. ഒരുപാട് ചികിത്സ ചെയ്തു, മാറ്റം ഒന്നും കാണില്ല. അപ്പോഴാണ് അയലക്കത്തെ ആ പെണ്ണ് പറഞ്ഞ നമ്മളോട്. അയലോക്കത്താര്? അന്ന് ബീസ ഗൾഫുകാരന്റെ ആ വെളുത്ത സുന്ദരിയായ പെണ്ണല്ലേ? ഓള് നമ്മളെ സ്ഥിരം കസ്റ്റമറാ. നല്ല പെണ്ണാട്ടോ. ഓളാ പറഞ്ഞു വിട്ടല്ലേ? നമുക്ക് ഈ അസുഖത്തിന് ചില കണക്കുകളൊക്കെ നോക്കാനുണ്ട്. ആയിക്കോട്ടെ. ഒറ്റക്കത്തിലൊരു സംഖ്യ പറയും. 3. വീടിന്റെ തെക്ക്, വടക്ക്, പടിഞ്ഞാറ് ഇവിടൊക്കെ ആരൊക്കെയാണ് താമസം? എത്ര പേരുണ്ടെന്ന് കൂടി പറഞ്ഞ കാര്യങ്ങൾ എളുപ്പമായി. കിഴക്ക് ഭാഗത്ത് നമ്മൾ സലാമും പെണ്ണുങ്ങളും. ഓൾക്ക് സ്കൂളിൽ പോണ ചെറിയ 2 കുട്ടികളുണ്ട്. അതെ. പടിഞ്ഞാറ് ഭാഗത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ ഗൾഫാരത്തി. തെക്ക് ഭാഗത്ത് ഒരു സ്കൂൾ മാഷും മൂപ്പർക്ക് ഒരു മോനും ഉണ്ട്. മോനെന്താ ജോലി? ആര് മോന്? മാഷ മോനെന്താ ജോലി എന്നാ ചോദിച്ചത്. ഓന് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഓൻ തെക്കും പടക്കും ഇങ്ങനെ നടക്കാണ്. കുഴപ്പമില്ല, അയൽവാസികൾ വലിയ വിഷയമല്ല. ഞാനൊരു ഉറക്കം എഴുതി തരാം. അത് ഓളോട് വായിച്ചിട്ട് അല്ല ഓതിയിട്ട് കലക്കിന് കുടിക്കാൻ പറയും. ഒരു കാരണവശാലും ഇജ്ജത് തുറന്നോ, മരുന്ന് ഫലിക്കൂല. അതുകൊണ്ടാണ് നമ്മൾ തുറക്കൂല. ഇത് മാത്രം മതി, വേറെ ചികിത്സയൊന്നും വേണ്ട. ഇജ്ജ് പോയിക്കോ. ആയിക്കോട്ടെ. ഇതട വെക്ക്. എനിക്കൊരു സന്തോഷത്തിന് സ്നേഹം നിങ്ങളൊരു സംഭവം തന്നെയായിട്ട് പോയാലേ. വെറുതെ പേപ്പറിലേറ്റ് കലക്കി കുടിച്ചാൽ എങ്ങനെയാ സൂക്കട് മാറുക? എടാ ഹിമാറെ, ആ പോയോനെ പോലത്തോനെ പോലെ ഒരു പൊട്ടനാണ് നമ്മളതിൽ എഴുതി. എന്താണെന്ന് എനിക്കറിയാം. അയലോക്കത്തെ മാഷ മോനും ഓളും തമ്മിലുള്ള കൊലാബറേഷൻ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ ജോലി ഇന്നത്തോടു കൂടി നിർത്തിക്കാനാണ് ആ കത്ത്. അങ്ങനെയുണ്ട്.
എന്റെ മുല്ലാക്കങ്ങളൊരു സംഭവമല്ല, ഒരു പ്രസ്ഥാനം. ആ പത്തുമോ ഷമീദ് വന്നല്ലോ. മോളെ മോളെ എന്താ അത്? കണ്ടേ കൊണ്ടാ ഉപ്പ. ദാ, കൊടുത്തേക്കടോ. ഉമ്മ, കളിക്കല്ലേ കൊണ്ടക്ക. നിക്കടിയോടെ. പാത്തുമോ കുട്ടികളൊക്കെ വലുതായി, കല്യാണം കഴിപ്പിക്കേണ്ട പ്രായമായി. നിങ്ങൾ എന്താണ് ഈ പറയണത്? ചെറിയ കുട്ടികളല്ലേ നൂല്. ആ അത് അനക്ക് തോന്നണതാ. തന്താർക്കും തള്ളാർക്കും കുട്ടികളെപ്പോഴും ചെറുത് തന്നെ ഇക്കാരം. എന്നെ ഓടിക്കരുത്. അന്ന് ഞാനും ഇയ്യും ചെറിയ കുട്ടികൾ തന്നെയല്ലായിരുന്നു. അല്ലെങ്കിൽ എനിക്ക് അറിയായിരുന്നു ഇത് എനിക്കുള്ളതാണെന്ന്. നമ്മള് കണ്ടറിഞ്ഞ് ഹായ്, കാലത്ത് എത്രയായി? അതൊന്നും നീ പറയണ്ട, അതങ്ങ് ഇട്ടാ മതി. ശോ, എന്ന് വെച്ച് കല്യാണപ്രായായാൽ അത് നടത്തണ്ടേ? ഇത് കേട്ട അമിനോബൽ പറയണത് കുട്ടിയൊക്കെ കല്യാണ പ്രായയിക്കണു. കേട്ടോടി, നമ്മുടെ കല്യാണക്കാര്യത്തെ കുറിച്ച് അവര് സംസാരിക്കണത്. നമുക്ക് ഹണിമൂണിന് ഊട്ടിക്ക് പോണോ അതോ കൊടൈക്കനാലിൽ പോണോ? അയ്യടാ, പോ അവിടുന്ന്. എന്തടി നിന്നെ ഞാൻ ഇന്ന് ഷമീദിന് നല്ലൊരു മൊഞ്ചത്തി പെണ്ണിനെ നമുക്ക് കണ്ടെത്തണം. പിന്നെ റമീഷാക്ക് നല്ലൊരു ചെറുക്കനി. എന്നിട്ട് 2 കല്യാണം ഒരു ദിവസം ഒരു പന്തലില് ഈ മുറ്റത്ത് വെച്ച നടത്തണം. എന്തേ? അത് തന്നെയാണ് എന്റെ ആഗ്രഹം. എന്താ ആമിനു എന്റെ അഭിപ്രായം? ഞാൻ എന്ത് പറയാനാ, ഒക്കെ നിങ്ങൾ തന്നെ തീരുമാനിച്ചാ മതി. എനിക്ക് 100 വട്ടം സമ്മതം. കാത്തിരുന്ന നാള് വന്നു എൻ്റെ റമീസ, കാത്തിരുന്ന നാള് വന്നു എൻ്റെ റമീസ, അല്ലാഹു തന്ന നാള് വന്നു കുഞ്ഞു റമീസ, അല്ലാഹു വിധിച്ചാൽ നമ്മളൊന്ന് റമീസ, അല്ലാഹു വിധിച്ചാൽ. കാത്തിരുന്ന നാള് വന്നു എൻ്റെ ഷമീക്ക, കാത്തിരുന്ന നാള് വന്നു എൻ്റെ ഷമീക്ക, അല്ലാഹു തന്ന നാള് വന്നു പൊന്നു ഷമീക്ക, അല്ലാഹു വിധിച്ചാൽ നമ്മളൊന്നു ഷമീക്ക, അല്ലാഹു വിധിച്ചാൽ. കണി കണ്ട നാൾ മുതൽ വിളി കേട്ടതാണു ഞാൻ, ഒരു നാളും വിളിക്കുവാൻ മറന്നതില്ല, എന്നോടൊരു വാക്കു പറയുവാൻ മറന്നതില്ല. കണി കണ്ട നാൾ മുതൽ വിളി കേട്ടതാണു ഞാൻ, ഒരു നാളും വിളിക്കുവാൻ മറന്നതില്ല, എന്നോടൊരു വാക്കു പറയുവാൻ മറന്നതില്ല. കൊതിയൂറും നിൻ സ്വരം കൊതിയോടെ കേട്ടു ഞാൻ, കിളിനാദം മനസ്സിൽ നിന്നൊഴിഞ്ഞതില്ല,
പെണ്ണേ കിളിനാദം മനസ്സിൽ നിന്നൊഴിഞ്ഞതില്ല. കാത്തിരുന്ന നാള് വന്നു എന്റെ ഷമീക്ക, കാത്തിരുന്ന നാള് വന്നു എന്റെ ഷമീക്ക, അല്ലാഹു തന്ന നാള് വന്നു പൊന്നു ഷമീക്ക, അല്ലാഹു വിധിച്ചാൽ നമ്മളൊന്നു ഷമീക്ക, അല്ലാഹു വിധിച്ചാൽ. ഒരു നോക്കു കാണുവാൻ കഴിയാതെ വന്നപ്പോൾ ധൃതിയോടെ ക്ഷമിച്ചു ഞാൻ ഇരുന്നു പോയി. ഉള്ളം പിടിവാശി പിടിച്ചു ഞാൻ തളർന്നു പോയി. ഒരു നോക്കു കാണുവാൻ കഴിയാതെ വന്നപ്പോൾ ധൃതിയോടെ ക്ഷമിച്ചു ഞാൻ ഇരുന്നു പോയി. ഉള്ളം പിടിവാശി പിടിച്ചു ഞാൻ തളർന്നു പോയി. ഉടയോന്റെ കാവലിൽ ഒരുമിച്ചിരിക്കുമ്പോൾ പിടിവാശികൾക്കെല്ലാം അറുതിയായി, നാളെ പിടിവാശികൾക്കെല്ലാം അറുതിയായി. കാത്തിരുന്ന നാള് വന്നു എന്റെ റമീസ, കാത്തിരുന്ന നാള് വന്നു എന്റെ റമീസ, അല്ലാഹു തന്ന നാള് വന്നു പൊന്നു റമീസ, അല്ലാഹു വിധിച്ചാൽ നമ്മളൊന്ന് റമീസ, അല്ലാഹു വിധിച്ചാൽ. കാത്തിരുന്ന നാള് വന്നു എന്റെ ഷമീക്ക, കാത്തിരുന്ന നാള് വന്നു എന്റെ ഷമീക്ക, അല്ലാഹു തന്ന നാള് വന്നു പൊന്നു ഷമീക്ക, അല്ലാഹു വിധിച്ചാൽ നമ്മളൊന്നു ഷമീക്ക, അല്ലാഹു വിധിച്ചാൽ. ആയിന്റെ മക്കളെ കാണിക്കുന്നതൊക്കെ കുട്ടിക്കളിയാണെന്ന് കരുതിയപ്പോ തോന്നിയ ദിവസം കാട്ടാ വേണ്ട വാപ്പ, വേണ്ട വാപ്പ. എന്തി പോരുത്. ഈ കൂടപ്പറപ്പിങ്ങളാണെന്ന് കരുതി കൂടുതൽ സ്വാതന്ത്ര്യം തന്നു. അതിപ്പോ കുറച്ച് അധികമായി പോയി. എടാ, അന്നെ ഞാൻ കുറച്ച് കൂടുതൽ സ്നേഹിച്ചു പോയി. ഈ വാപ്പാനെ നിങ്ങൾക്ക് എന്താ പിരാന്തായോ? എന്താ ഇവിടെ ഉണ്ടായത്? എന്താ ഉണ്ടായിന്നോ? ഇതാ നിൽക്കുന്നത് രണ്ടെണ്ണം. ചോദിച്ചു നോക്ക് മോനെ, എന്താ ഇവിടെ ഉണ്ടായത്? ഒന്നുമില്ലമ്മ, ഒന്നുമില്ല. എന്താ മോളെ ഉണ്ടായത്? ഇജെങ്കിലും കുട്ടിയൊന്ന് പറ. അല്ല മനുഷ്യ, നിങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് നേരം വെളുപ്പിക്കുക. റോട്ടിൽ ഇറങ്ങി നടക്കുകയാണെങ്കിൽ നിങ്ങളിപ്പോ കോഴിക്കോട്ടങ്ങാടിയിൽ എത്തിയിട്ടുണ്ടാവും. അനക്കറിയോ, ഞാൻ ഇന്നേ വരെ എന്റെ കുട്ടികളെ തല്ലിയിട്ടില്ല. റമീഷാനെ തല്ലിയില്ലല്ല, എന്റെ മോനെ ഞാൻ ഓനെ അത്രക്ക് സ്നേഹിച്ചു പോയി. ഓനെ അത്രക്ക് ഇഷ്ട. അത് പിന്നെ എനിക്കറിയില്ലേ. ഇങ്ങള് പോനെന്ന് തല്ലി, അത്രല്ലേ ഉള്ളൂ. കുട്ടികളെ വേണ്ടാത്തത് കാട്ടുമ്പോ വലിയൊരു തല്ലണമൊക്കെ സാധാരണയാണ്. അങ്ങനെയാണ് കരുതിയാ മതി. വരി, നിങ്ങൾ വന്ന് കിടന്നുറങ്ങാൻ നോക്കി, ബാക്കി രാവിലെ പറയാം. എന്നാലും
എന്താന്ന് പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു നീറ്റല് മനസ്സിനുള്ളിൽ. ഞാൻ എന്റെ കുട്ടികളെ തല്ലുകയും ചെയ്തു. എന്നാലും ഒരു ചെയ്തത് അതല്ലേ. എന്തായാലും ഇജ്ജ് ചെയ്തതൊക്കെ തെറ്റന്നെയാണ്. അന്നെ ഒരു കുറവും വരുത്താതെയാണ് ആ ബാപ്പ വളർത്തിയത്. സ്വന്തം മോനെ പോലെ റമീസാനേക്കാൾ ഇഷ്ടം എന്നോടാണ്. ഓലെ വേദനിപ്പിക്കുന്ന ഒരു കാര്യവും എന്റെ മോൻ ചെയ്യരുത്. ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത സമയത്ത് കയറി കിടക്കാൻ ഈ വീട്ടിലൊരു മുറി, ഭക്ഷണവും എല്ലാം തന്നു എന്നെ പഠിപ്പിച്ച് ഈ നിലയിലാക്കിയ അയാള് മോളെ എന്റെ പെങ്ങളായിട്ട് കാണാൻ പാടുള്ളൂ. ബാപ്പാന്റെ മനസ്സ് വേദനിപ്പിക്കാൻ പാടില്ല. നാളെ രാവിലെ തന്നെ ഇജ്ജ് ബാപ്പാനോട് മാപ്പ് ചോദിക്കണം. ഇനി ഇങ്ങനൊന്നും ഉണ്ടാവില്ല എന്നും പറയണം. പറയാമ്മ, ഞാൻ ബാപ്പാനോട് മാപ്പ് പറയാമ്മ. വാപ്പ, എനിക്കറിയാം എന്റെ കുട്ടി ഇങ്ങനെ വന്ന് നിൽക്കുന്നു. എന്റെ വാപ്പ എന്നോട് പൊറുക്കണം. അരുതാത്ത ഞാൻ ചെയ്തത്. ഇനി ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല. ഇല്ല, മാപ്പ് പറയണ്ടോ ഞാനാ? തല്ലിപ്പോയല്ലോടാ എന്നെ ഞാന്. ബാപ്പാനോട് പൊറുക്കണ്ട ബാപ്പ. നിങ്ങൾ എന്തിനാ കരയണത്? നമ്മളെ പുരയിൽ ഒന്നും നടന്നിട്ടില്ല. നമ്മളെ കുട്ടികളും നല്ലോരാ, നല്ല ആങ്ങളി പങ്ങളും. ഞാനൊരു കുഞ്ഞിനെ കൊണ്ട് അയച്ചിന്. ചെറിയ കുട്ടിയാണെന്ന് എനിക്കറിയാലോ. കൈകാര്യം ചെയ്തോളാം. അത് മതി, മതി, കഴിഞ്ഞു. അസ്സലാമലൈക്കും. വാലേക്കും അസ്സലാം. എന്തൊക്കെയാ ഷമീദെ വർത്താനം? നല്ലത്. ഇതാരാ? എന്റെ ഒരു കൂട്ടുകാരനാ ഹാരിസ്. എന്റെ വാപ്പാനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഞങ്ങളൊരു തീരുമാനത്തിലെത്തി. അത് അംഗീകരിക്കണം. എല്ലാം നല്ലതിനാണെന്ന് കരുതിയാൽ മതി. ശരിയാ, ശരിയാ. ഞാൻ പോട്ടെ. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. ഓക്കെ, ശരി. ഞാൻ പറയണത് എനക്ക് മനസ്സിലാവുന്നുണ്ടോ? കുട്ടികൾ മനസ്സ് കരുതിയത് നമ്മക്ക് മനസ്സിലായില്ല. സാരല്ല, ഷമീദിനെ കൊണ്ട് നല്ലൊരു കല്യാണം ഉണ്ടാക്കണം. അതിന് വേണ്ടതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ വടക്കേ പുറത്തെ 10 ഏക്കർ തോട്ടവും ആ പൊരയും എൻ്റെ പേർക്ക് എഴുതിത്തരണ്ട്. കല്യാണത്തിൻ്റെ ഒപ്പവും അങ്ങോട്ട് മാറി താമസിക്കാലോ. പിന്നെ നിങ്ങളെവിടുന്ന് പിരിക്കാന്ന് തോന്നരുത്. ഏതായാലും ഓനും വേണ്ടേ ഒരു പൊരയും കുടിയൊക്കെ? പൊരയും കുടിയൊന്നും വേണ്ട. ഞങ്ങൾക്ക് ഇവിടെ എവിടെയെങ്കിലും ചായപ്പ് കിട്ടിയാൽ മതി. ഞങ്ങൾ ഇവിടെ ഒതുങ്ങി കൂടിക്കോളാം. ഇജ്ജെന്താ ഈ പറയണത്? ഞങ്ങൾക്ക് ഇജ്ജും സമീതും പുറത്തുള്ളതാ? എന്റെ കൂടപ്പറപ്പിന്റെ മാതിരിയെ ഞാൻ എന്നെ കണ്ടിട്ടുള്ളൂ. ഷമീദിന്റെ മോനാ. മോൻ എന്റെ സ്വത്തിന്റെ ഒരു വിഹിതം ഞാൻ കൊടുക്കും. അത് വേണ്ടാന്ന് ഈ പറയരുത്. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ എനക്ക്? ഈ കാര്യങ്ങളൊക്കെ ഓനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. നല്ല സ്വത്തും പണവും ഉള്ള കുടുംബത്തിൽ നിന്ന് ഒരു മൊഞ്ചത്തി കുട്ടീനെ ഞാൻ ഓനെ കണ്ടുവച്ചു. ഓന്റെ സമ്മതം കണ്ട് കിട്ടിയാൽ മതി. ഓനെ കൊണ്ട് സമ്മതിപ്പിക്കേണ്ടത് എന്റെ കടമയാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ എനക്ക്? മനസ്സിലായമ്മ. ബാപ്പാക്ക് ഞാൻ സ്വന്തം മോനെ പോലെയാ. എനിക്കും ചില കടപ്പാടുകളൊക്കെ ഉണ്ട്. റമീസായെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. ഞാൻ പറഞ്ഞു അവളൊക്കെ എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. നിന്റെ വാപ്പാക്കും നിനക്കും നല്ലത് വരുന്നത് ഞാൻ കരുതിയിട്ടുള്ളൂ. നിന്നേക്കാൾ കൂടുതൽ ബാപ്പ എന്നെയാണ് സ്നേഹിച്ചിട്ടുള്ളത്. ആ മനസ്സ് വേദനിപ്പിക്കാൻ എന്നെ കൊണ്ടാവില്ല. അപ്പൊ എന്നെ വേദനിപ്പിക്കല്ലേ? എന്നല്ല, എനിക്ക് വേദന ഇല്ലെന്നാണോ നീ മനസ്സിലാക്കിയത്?
ഇതാ ഇവിടുന്ന് പറിച്ചെടുക്കാൻ ഞാൻ നിന്നെ, എന്റെ ജീവനെ. നമുക്ക് അല്ലാഹു ഇത്രയും വിധിച്ചിട്ടുള്ളൂ. നമ്മൾ പിരിയേണ്ടവരാ, പിരിയണം. എനിക്ക് പറ്റില്ല. പറ്റണം. ഇനി നമ്മൾ തമ്മിൽ ഇങ്ങനെ ഒരു ബന്ധം പാടില്ല. മാപ്പാനോട് ആ കല്യാണം ഉറപ്പിക്കാൻ പറയുക. ഞാൻ എന്താ ചെയ്യേണ്ടെന്ന് പറ. നീ ഒരു കല്യാണം കഴിക്കണം. പടച്ചവന്റെ പൊരുത്തം നമുക്ക് രണ്ടാക്കും വേണം. നീ നല്ല കുട്ടിയായിട്ട് ഇക്കാക്കൻ പെണ്ണായിട്ട് നമ്മുടെ തറവാട്ടിൽ എന്നും വേണം. മാനത്തുള്ളൊരമ്പിളിയൻ ചാരത്തുള്ളൊരു സുന്ദരി, മാനത്തുള്ളത് മാനാണോ കരളിനുള്ളിൽ തേനാണോ, നിൻ കൽബിനുള്ളിൽ ഇവനാണോ എൻ പെണ്ണാളെ, നിൻ കൽബിനുള്ളിൽ ഇവനാണോ. കലമാൻമിഴിയുള്ള കണ്ണുകളിൽ കരിമഷി എഴുതിയതാരാണ്, നിന്റെ കലമാൻമിഴിയുള്ള കണ്ണുകളിൽ കരിമഷി എഴുതിയതാരാണ്. മാനത്തുള്ളൊരമ്പിളിയൻ ചാരത്തുള്ളൊരു സുന്ദരി, മാറത്തുള്ളത് മാനാണോ, നിൻ കരളിനുള്ളിൽ തേനാണോ, നിൻ കൽബിനുള്ളിൽ ഇവനാണോ എൻ പെണ്ണാളെ, നിൻ കൽബിനുള്ളിൽ ഇവനാണോ. നീയൊന്ന് ചിരിച്ചാ ചിരിമഴയാ, നിന്റെ നുണക്കുഴി തെളിയുമ്പോ കമറൊളിയാ. നീയൊന്ന് ചിരിച്ചാ ചിരിമഴയാ, നിന്റെ നുണക്കുഴി തെളിയുമ്പോ കമറൊളിയാ. വെറുതെ ഇവനെ കളിപ്പിക്കല്ലേ, വെറുതെ ഇവനെ കൊതിപ്പിക്കല്ലേ, വെറുതെ ഇവനെ കളിപ്പിക്കല്ലേ, വെറുതെ ഇവനെ കൊതിപ്പിക്കല്ലേ. മാനത്തുള്ളൊരമ്പിളിയൻ ചാരത്തുള്ളൊരു സുന്ദരി, മാറത്തുള്ളത് മാനാണോ, നിൻ കരളിനുള്ളിൽ തേനാണോ, നിൻ കൽബിനുള്ളിൽ ഇവനാണോ എൻ പെണ്ണാളെ, നിൻ കൽബിനുള്ളിൽ ഇവനാണോ. മാനത്തുള്ളൊരമ്പിളിയൻ ചാരത്തുള്ളൊരു സുന്ദരി, മാറത്തുള്ളത് മാനാണോ, കരളിനുള്ളിൽ തേനാണോ, നിൻ കൽബിനുള്ളിൽ ഇവനാണോ എൻ പെണ്ണാളെ, നിൻ കൽബിനുള്ളിൽ ഇവനാണോ.
അരിമുല്ലക്കാട്ടിലൊളിക്കല്ലേ. കുടമുല്ലപ്പൂവിന്റെ പുഞ്ചിരിയാൽ നീ അരിമുല്ലക്കാട്ടിലൊളിക്കല്ലേ. പൊന്മണി ചിറകുള്ള പൂമീനെ നിന്റെ പുതുമണവാളൻ ഇവനല്ലേ. പൊന്മണി ചിറകുള്ള പൂമീനെ നിന്റെ പുതുമണവാളൻ ഇവനല്ലേ. മാനത്തുള്ളൊരമ്പിളിയൻ ചാരത്തുള്ളൊരു സുന്ദരി, മാറത്തുള്ളത് മാനാണോ നിൻ, കരളിനുള്ളിൽ തേനാണോ നിൻ, കൽബിനുള്ളിൽ ഇവനാണോ എൻ പെണ്ണാളെ നിൻ, കൽബിനുള്ളിൽ ഇവനാണോ. മാനത്തുള്ളൊരമ്പിളിയൻ ചാരത്തുള്ളൊരു സുന്ദരി, മാറത്തുള്ളത് മാനാണോ, കരളിനുള്ളിൽ തേനാണോ നിൻ, കൽബിനുള്ളിൽ ഇവനാണോ എൻ പെണ്ണാളെ നിൻ, കൽബിനുള്ളിൽ ഇവനാണോ. ഹലോ, വിഷ് യു ഹാപ്പി മാരീഡ് ലൈഫ്. എന്നാ ഞാൻ അറിയാം. ഓക്കെ ഓക്കെ. മോനെ, മോനെ ഷമീദേ, മോനെ എഴുന്നേറ്റ് വാ മോനെ. ഓള് എഴുന്നേറ്റില്ലേ? ഇല്ല. സാരല്ല, ഓളോട് കുളിച്ച് അടുക്കളയ്ക്ക് വരാൻ പറ. പട്ടണത്തിൽ വളർന്ന കുട്ടിയല്ലേ, ഓക്കാതൊന്നും അറിയണ്ടാവില്ല. ഇജ്ജ് വേണമെന്ന് പറഞ്ഞ് മനസ്സിലാക്കാം. എന്നാ ഞാൻ അടുക്കളയിൽ ചെല്ലാം. ഏയ് എഴുന്നേറ്റ്, എന്തൊരു ഉറക്കാത്. സോറി. പൊന്നുമോളി ചായ കുടിച്ച് വേഗം അടുക്കളയ്ക്ക് ചെല്ലും. എന്റെ ഉമ്മ അവിടെ പെടാ പാടുവിടുക. ഇനി നീ വേണം ഉമ്മയെ സഹായിക്കാൻ. അയ്യേ, അടുക്കളയിൽ കയറി പണിയെടുക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റൂല. തന്നെയല്ല, എനിക്ക് ഒന്നും അറിയില്ല. അപ്പൊ നിന്റെ ഉമ്മ ഒന്നും നിന്നെ പഠിപ്പിച്ചിട്ടില്ല? എന്തിന്? 4 വേലക്കാരാ എന്റെ വീട്ടില്. രാവിലെ എണീറ്റ് കുളിച്ചൊരുങ്ങി വരുമ്പോ ഭക്ഷണം ഡൈനിങ് ടേബിളിന്റെ മുകളിൽ നിറഞ്ഞിരിപ്പുണ്ടാവും. നീ എന്താ തമാശ പറയാ? തമാശയല്ല, കാര്യം തന്നെയാ. പിന്നെ നമുക്ക് ഈ വീടൊക്കെ ഒന്ന് മാറണം. കാരണം എന്റെ ഫ്രണ്ട്സൊക്കെ വരുമ്പോ ഈ വീടും പരിസരമൊക്കെ കാണുമ്പോ ഞാൻ എങ്ങനെയാ? എന്നെയും മാറേണ്ടി വരും. എന്തായാലും നമുക്ക് വലിയൊരു വീട് തന്നെ വേണം. വാടകയ്ക്കായാലും വേണ്ടില്ല. ഇതൊന്നും നടക്കണ കാര്യല്ല. എന്താ നടക്കായി? എന്റെ ഉപ്പാനോട് പറഞ്ഞ് നല്ലൊരു വീട് തരപ്പെടുത്താം. എന്നിട്ട് നമുക്ക് അങ്ങോട്ട് മാറാം. പിന്നെ നിങ്ങൾ ഉമ്മ ഉണ്ടല്ലോ, ഒരു പഴഞ്ചൻ മട്ട. ഓരോ ഡ്രസ്സിങ്ങും സ്റ്റൈലും ഒക്കെ ഒന്ന് മാറ്റണം. ഇല്ലെങ്കിൽ എന്റെ ഫ്രണ്ട്സൊക്കെ വരുമ്പോ എനിക്കാ അതിന്റെ നാണക്കേട്. ഒന്ന് പതുക്കെ പറ, ഉമ്മ കേക്കും. കേട്ടോട്ടെ, അതിനെന്താ? അല്ലെങ്കിൽ ഈ വീട്ടിക്ക് വരേണ്ടവളൊന്നുമല്ല ഞാൻ. നടക്കി പോകൂല. പക്ഷേ വന്ന സ്ഥിതിക്ക് ഈ വീട്ടിലുള്ളവർ എനിക്ക് അനുസരിച്ച് മാറണം. വാതിൽ തുറന്ന ഉടനെ അകത്ത് കയറണം. ഇതൊന്നും ഞാൻ ചെയ്തല്ല, മൊയിലാർ എന്നെ കൊണ്ട്. എനിക്കറിയാടാ. അപ്പൊ ഞാൻ സത്യം പറഞ്ഞു, എന്നെ വെറുതെ വിട്ടുകൊടുത്താൽ ഞാൻ ഇവിടുന്ന് ചെറുങ്ങനെ അടിച്ച് ജീവിച്ചാണ് സാർ. ഇങ്ങോട്ട് കൊണ്ടോ. പ്രശ്നം? കൊറേ കാലം കൊണ്ട് നിന്നെ ഞാൻ തേടി നടക്കുക. അന്ന് ജീപ്പിന്ന് ഓടിപ്പോയപ്പോ എന്നേക്കുമായി രക്ഷപ്പെട്ടെന്ന് കരുതിയല്ലടാ. നിന്റെ മൂക്ക് ഞാൻ. വിടി സാർ, വിടി, എന്നെ വിടി, എന്നെ വിടി. അന്ന് നിങ്ങളടുത്തുനിന്ന് രക്ഷപ്പെട്ടോടെ കള്ളസ്വാമി അല്ല ഞാനിന്ന്. പിന്നെ ആരാടാ നീ? ഈ നാട്ടുകാരെ മുഴുവൻ സപ്പോർട്ടുള്ള ഒരു അസല് മൂല്യരാ ഞാനിന്ന്. ഈ നാട്ടുകാർ അറിഞ്ഞാണ്ട് നിങ്ങൾക്ക് ഇന്നൊന്ന് തൊടാൻ പറ്റൂല. അതുകൊണ്ട് ഞാൻ ഈ നാട്ടുകാരില്ലോടത്തേക്ക് ഓടാൻ പോവാ. മാണേന്റെ പിടിച്ചോളി. ഞാൻ
കള്ള കൈവരുടെ പോലീസുടെ കൈന്റെ തഴുപ്പ് നിനക്ക് അറിയില്ല. ഇങ്ങോട്ട് വാടാ, ഇങ്ങോട്ട് കേറാ, കേറാ. ഇടി കേറ്റണം വണ്ടിയിൽ. അസ്സലാമലൈക്കും. അടിച്ച് അടിച്ച് അടിച്ച്. പിന്നെ ഞാൻ അങ്ങോട്ട് പറയാൻ മറന്നു. ഇന്റെ ഉപ്പ ഇന്നലെ വിളിച്ചിരുന്നു. അവിടെ ടൗണിൽ നല്ലൊരു വീട് ശരിയാക്കിയിരിക്കണു ഉപ്പ. പിന്നെ ഉപ്പാന്റെ കൂട്ടുകാരന്റെ കോറിയില് പാറ പൊട്ടിക്കാൻ വരുന്ന പണിക്കാരെയൊക്കെ നോക്കണ ഒരു സൂപ്പർവൈസറെ ജോലി ശരിയാക്കിക്കണു ഉപ്പ. അയ്യേ, എനിക്കങ്ങനത്തെ ജോലിയൊന്നും ചെയ്ത് പരിചയമില്ല. അതിനിത്ര പെരുത്ത് ജോലിയൊന്നും ഉണ്ടാവില്ല. നിങ്ങള് വെറുതെ അതെടുക്ക് ഇതെടുക്ക് അങ്ങനെയൊക്കെ പറഞ്ഞാ മതി. ജോലി ചെയ്യണ പണിക്കാരല്ലേ. നമ്മൾ പോയാല് എന്റെ ഉമ്മാന്റെ കാര്യ. എന്റെ ഉമ്മ അങ്ങോട്ട് പോരുന്നു എനിക്ക് തോന്നലില്ല. ഏതായാലും ഉമ്മ പോന്നോട്ടെ. പെട്ടെന്ന് അവിടെ ഒരു വേലക്കാരിനെ കിട്ടുന്ന കാര്യം ബുദ്ധിമുട്ടാ. പിന്നെ ടൗണിക്കാണ് പോണത്. നിങ്ങളെ ഉമ്മാന്റെ ആ പഴയ മോഡൽ ഡ്രസ്സിംഗ് ഒന്നും അവിടെ പറ്റില്ല എന്ന് ഉമ്മാനോട് പറഞ്ഞോണ്ടി. ഇതത്ര നല്ല സ്വഭാവമൊന്നുമല്ല മറ്റുള്ളവരുടെ സ്വകാര്യത ഒളിഞ്ഞു കേൾക്കണത്. അത് ഉമ്മയായാലും ശരി അമ്മായിമ്മയായാലും ശരി. ഞാൻ മനസ്സിൽ പോലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യം കേട്ടപ്പോ അറിയാതെ നിന്നു പോയതാ. എന്റെ മോള് ക്ഷമിച്ചാളേ. മോനെ ഷമീദേ, ഇങ്ങോട്ട് ഇറങ്ങി വന്നാ. കല്യാണം കഴിഞ്ഞെന്ന് കയറി കൂടിയതാണ് എൻ്റെ ഔത്ത്. എൻ്റെ ഉമ്മയാണ് ഞാൻ. ഇവള് പറയണൊന്നും ഇജ്ജ് കേൾക്കണില്ലേ? എന്താ ചെന്നും മിണ്ടാത്തേ? ഇത്ര കാലം എന്റെ ഉമ്മ പറയണത് മുഴുവൻ ഞാൻ കേട്ടിട്ടുണ്ട്. സ്വന്തം മോളെ രക്ഷിക്കേണ്ട കളിയില് എന്റെ ഉമ്മച്ചയും പെട്ടുപോയിട്ടുണ്ട്. എന്റെ വശം നിങ്ങൾ ആരും കണ്ടില്ലല്ലോ. എനിക്ക് അവളോടുള്ള സ്നേഹം നിങ്ങൾ ആരും മനസ്സിലാക്കിയിട്ടില്ല. ഓർക്കുമ്പോ എപ്പോഴും നെഞ്ചു നീറുക. അതെല്ലാം കഴിഞ്ഞ കഥ. എല്ലാം മറക്കാൻ ശ്രമിക്കുക ഞാന്. ഇപ്പൊ ഞാനൊരു പുതിയ ജീവിതം കെട്ടിപ്പടുക്കാനുള്ള ശ്രമത്തിലാ. അതിന്റെ ഇടയിൽ ഉമ്മ ഇങ്ങനെയുള്ള ഉപദേശമായിട്ട് എന്റെ അടുത്ത് വരരുത്. കേട്ടല്ലോ, ഞാനായിട്ട് എടുത്ത തീരുമാനങ്ങളല്ല ഒന്നും. ഇനി നാളെ ഇതും പറഞ്ഞ് എന്നെ കുറ്റം പറയരുത്. അല്ല, പറഞ്ഞാലും എനിക്കൊന്നുമില്ല. രാവിലെ തന്നെ എന്റെ ഇത്താത്തേക്കല്ലാതെ എനിക്ക് ആരോട് സങ്കടം പറയാനില്ല. ഇജ്ജ് സമാധാനിക്കണ്ടാമിന. ഓല് കല്യാണം കഴിഞ്ഞ് കൊടുക്കല്ലേ, അതുകൊണ്ടാ. പിന്നെ ഓള് പറഞ്ഞത് കുറച്ച് കൂടുതലാ. അതിന് അമറടി കൊടുക്കേണ്ട സെമീതല്ലേ. ഞമ്മക്ക് ഓനെ പറഞ്ഞ് മനസ്സിലാക്കാം. ഒന്നും വേണ്ടിയിരുന്നില്ല, എല്ലാം കഴിഞ്ഞില്ലേ. ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? എന്തായാലും ഞാനൊന്ന് അവിടെ വരെ പോയിട്ട് വരാം. ആ പാത്തുമ്മോ, ഈ ഓക്ക് എന്തെങ്കിലും തിന്നാൻ എടുത്തു കൊടുത്തു. മോളെ, നമുക്ക് രണ്ടാക്കും ഭാഗ്യമില്ലാതായി പോയല്ലോ മോളെ. ആ ബാപ്പയോ? ഓനല്ലേ ഇവിടെ? ഉറക്കത്തിലാണ്. വിളിക്ക്. ബാപ്പ ഇരിക്കി, ഞാൻ വിളിക്കാം. ആ ദേ ഒന്ന് എണീറ്റേ. എണീക്കാൻ. എന്താ നിങ്ങളെ ബാപ്പ കാണാൻ വന്നിരിക്കണ്. ബാപ്പേ, പടച്ചോനെ, ഇനിയിപ്പോ എന്താ ചെയ്യാ? നിങ്ങളെ ഉമ്മ അവിടെ എത്തിണ്ടാവും, അതാപ്പ വരവ്. ഒന്നും നോക്കണ്ട, ഉള്ള കാര്യം തുറന്നായിട്ട് പറയാ. അത്യാവശ്യ ഘട്ടത്തില് പറയാനുള്ളത് പറയാത്തന്നെ നിങ്ങളിപ്പോ അനുഭവിക്കണേ. ഇത് എന്റെയും കൂടി കാര്യാ. അതുകൊണ്ട് ഞാൻ ഇന്നലെ പറഞ്ഞമായി ഒക്കെ അങ്ങോട്ട് പറയാ. എന്നാലും ഇത്ര പെട്ടെന്ന് ഞാൻ ചെന്ന് പറഞ്ഞു. ഒരു കുഴപ്പമില്ല, നിങ്ങൾ വേഗം എണീറ്റാണ് ചെന്നാണി. വാ അങ്ങോട്ട് ചെല്ലി. ബാപ്പ കൊറേ നേരം വന്നിട്ട്? ആ കുറച്ചു നേരമായി. എന്നിട്ട് എന്തൊക്കെയാ അവിടുത്തെ വിശേഷങ്ങള്? അത്ര നല്ല വിശേഷമൊന്നുമല്ല. പിന്നെ
ഈ ആമിനൂൻ ആരായിട്ടാ കാണുന്നത്? അന്റെ പെറ്റുമ്മയായിട്ടോ അതോ വേലക്കാരിയായിട്ടോ? അതെന്താ വാപ്പ നിങ്ങൾ അങ്ങനെ പറയണേ? ഒന്നുമില്ല, ആമിനൊരു പാവാ. ഓക്ക് ഈ മാത്രമേ ഉള്ളൂ ഒരു തുണ. ഇന്നലെ കേറി വന്നൊരു പെണ്ണിന് വേണ്ടി പെറ്റുമ്മാനെ തരം താഴ്ത്തരുത്. അത് പിന്നെ ഇതുവരെ നിങ്ങൾ പറഞ്ഞ എല്ലാം ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ എനിക്കൊരു കുടുംബവും ഞങ്ങളുടേതായ ചില രീതികളും ഉണ്ട്. തൊത്തുവരാൻ ഉമ്മാക്കും പറ്റൂല. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് മാറുക. ടൗണില് നല്ലൊരു വീട് വാങ്ങിക്കണ് അവളുടെ ബാപ്പ. ഉമ്മാക്കും പോരാ. ഉമ്മാനെ ഇന്ന് തന്നെ പറഞ്ഞേക്ക്. നാളെ തന്നെ ഞങ്ങളോട്ട് മാറുക. ഇജ്ജ് നല്ലോണം വളർന്ന് എന്റെ മുമ്പിൽ നിൽക്കുന്നത് എന്റെ ഷമീദ് തന്നെയാണല്ലോ. എന്നാ ഈ ഒരു കാര്യം മനസ്സിലാക്കണം. തൽക്കാലം ഒരു വേലക്കാരിയെ പോലെ ആമിനൂൻ അവിടെ നിർത്താൻ ഞാൻ തയ്യാറല്ല. എന്റെ വീട്ടിലോള് നിന്ന് ഒരു വേലക്കാരിയായിട്ടുമല്ല. ഉമ്മ പോരുന്നതും പോരാത്തതും ഉമ്മാന്റെ ഇഷ്ടം. ഞാൻ നിർബന്ധിക്കൂല. ഒരു കാര്യം കൂടി എന്റെ മോൻ മനസ്സിലാക്കിക്കോ. പെണ്ണ് 100 കിട്ടും, പെറ്റുമ്മാനെ ഒന്നേ കിട്ടൂ. ഒരൊറ്റ വട്ടം ഉമ്മാന്റെ കാലിന്റെ ചോട്ടിൽ ആ മക്കളുടെ സ്വർഗം എന്ന് മുത്തുനബി പറഞ്ഞത് എന്റെ മോൻ മറക്കണ്ട. എന്നാ പിന്നെ ഞാൻ പോട്ടെ. അസ്സലാമു അലൈക്കും. ബാപ്പ പോവാണോ? ചായ കുടിച്ചിട്ട് പോകാം. ചായ? നിങ്ങളെ ചായ സൽക്കാരത്തിന് വന്നതല്ല ഞാൻ. അത് രണ്ടാളും കൂടെ അങ്ങോട്ട് കുടിച്ചാ മതി. ഓളൊരു ചായ. എന്തൊരു ഇരിപ്പ എന്റെ മോളേത്. എന്റെ മോള് എണീച്ച് വന്ന് എന്തെങ്കിലും ഒന്ന് കഴിക്ക്. ഇങ്ങനെ ചടഞ്ഞു കൂടിയിരുന്ന എന്തെങ്കിലും ദീനം പിടിക്കും എന്റെ കുട്ടിക്ക്. വാ, വന്ന് എന്തെങ്കിലും കഴിക്ക്. എനിക്കൊന്നും വേണ്ടമ്മ. ഇത്തിരി സൗകര്യം തന്നാ മതി. ഇവിടെ എവിടെയെങ്കിലും ഒതുങ്ങി കഴിഞ്ഞോളാ ഞാൻ. എന്തൊക്കെ എന്റെ കുട്ടി പറയണത്? ഞമ്മള് വിചാരിക്കണതല്ല പഠിച്ചോൻ വിചാരിക്കുക. എന്റെ കുട്ടിക്ക് ഇതില് നല്ലൊരാലോചന കൊണ്ടുവരാൻ എന്റെ വാപ്പ വിചാരിച്ച ഒരു പണിയില്ല. ഇനി ഒരു കല്യാണത്തിന് എന്നെ കിട്ടൂല. ഒരാളും എനിക്ക് എന്റെ ഷമീദ്ക്കൊക്കെ പകരാവൂല. എന്നെ ഭർത്താനെ ഈ പറയണത്? പഠിച്ചതൊക്കെ എന്തൊക്കെ പുകിലാണ് ആവുണ്ടാവാൻ പോണത്.
മോളെ എണീറ്റ് ഈ ചായ കുടിക്ക്. എനിക്കിപ്പോ ചായ ഒന്നും വേണ്ട. അത് പറഞ്ഞാ പറ്റൂല. ഒന്നും തിന്നാതെയും കുടിക്കാതെയും നിന്നിട്ട് ഒരു കാര്യമല്ല. എന്റെ മോളെ നീറ്റ് ഈ ചായ കുടിക്ക്. എനിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞില്ലേ? എന്താ കാണിച്ചനെ? തല്ല എന്റെ മോളെ. സാരില്ല, എന്റെ മോളെ എണ്ണി ചായ കുടിക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വാ കേറി ഇരിക്കും മോനെ. ഷമീദിന്റെ അമ്മല്ല ഇവിടെ? ആ ഉണ്ടല്ലോ, അകത്തുണ്ട്. വിളിക്കണോ? വേണ്ട, ഞാനൊരു കാര്യം പറയാൻ വന്നതാ. എന്താ കാര്യം? അത് പിന്നെ ഷമീദിനൊരു ആക്സിഡന്റ് പറ്റി, അവന് ഹോസ്പിറ്റലാണ്. റബ്ബുൽ ആലമീനായ തമ്പുരാനെ, എന്നിട്ട് എന്താ പറ്റിയത് നിന്റെ കുട്ടിക്ക്? പേടിക്കാനൊന്നുമില്ല, കോറിന്ന് പാറ പൊട്ടി തെറിച്ചതാണ്. നിങ്ങൾ റെഡി ആയിക്കോളി, ഞാനൊരു വണ്ടി പോയിട്ട് വേഗം വണ്ടി പിടിച്ചു. ഭയപ്പെടാനൊന്നുമില്ല, ഒരു ഓപ്പറേഷൻ വേണ്ടി വരും. കണ്ണിന് ക്ഷതമേറ്റതുകൊണ്ട് കാഴ്ചശക്തി വരെ നഷ്ടപ്പെടാം. അതുകൊണ്ടാണ് പെട്ടെന്ന് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞത്. ഓപ്പറേഷൻ എന്നൊക്കെ പറയുമ്പോ ഒരുപാട് പണം വേണ്ടേ? അത് പറഞ്ഞിട്ട് കാര്യമില്ല, ചെയ്യേണ്ടത് ചെയ്തല്ലേ പറ്റൂ. ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ കാഴ്ചശക്തി വരെ നഷ്ടപ്പെടാം. ഏകദേശം ഒരു 2 ലക്ഷം രൂപ ചെലവ് വരും. കുട്ടി ശരിക്കൊന്ന് ആലോചിച്ച് നോക്ക്. ശരി, എന്നാ പിന്നെ ഓക്കെ. സൂസി, ആ 108 പേഷ്യന്റിന്റെ കൂടെ ഉള്ള ആളോട് എന്നെ ഒന്നൊന്ന് കാണാൻ പറ. ബുധനാഴ്ച ഓപ്പറേഷൻ വേണ്ടതാ. ശരി സാർ. നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ എവിടെ? ഇവിടെ ഉണ്ടായിരുന്നു. കുറച്ചു നേരം കൊണ്ട് ഞാനും വിളിക്കുക. കുട്ടി ഒന്ന് പോയി നോക്കൂ. ഷമീദ് കാക്ക്, ലക്ഷങ്ങൾ മുടക്കിയാലേ നിങ്ങളുടെ കാഴ്ചശക്തി തിരിച്ചു കിട്ടുകയുള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞു. അഥവാ കാഴ്ചശക്തി തിരിച്ചു കിട്ടിയില്ലെങ്കിൽ ഒരു കുരുടനായ നിങ്ങളുടെ കൂടെ ജീവിക്കുക എന്നത് ആത്മഹത്യക്ക് തുല്യമാണ്. അതുകൊണ്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റിയ ഒരാളുടെ കൂടെ ഞാൻ പോവുകയാണ്. അപ്പോൾ അതന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി. ഡോക്ടർ, അവിടെ ആ മുറിയിൽ ആരെയും കണ്ടില്ല. പേഷ്യന്റ് മാത്രമേ ഉള്ളൂ. ഇത് അയാളുടെ റൂമിൽ നിന്ന് കിട്ടിയതാ. ഓ മൈ ഗോഡ്, ഇനിയിപ്പോൾ എന്ത് ചെയ്യാ? നീ ആ റെക്കോർഡ് ബുക്കിൽ നിന്ന് അഡ്രസ് തപ്പിയെടുക്ക്. അയാളുടെ ബന്ധുക്കളെ വിവരം അറിയിക്കണം. ശരി സാർ. ആരാ? ഞാനാ, ഡോക്ടർ. നൂർജഹാൻ പുറത്തു പോയെന്നാ തോന്നുന്നത്. സാരല്ല, ഇപ്പൊ എങ്ങനെയുണ്ട് ഷമീദിന്? വേദനയൊക്കെ കുറവുണ്ടോ? കുറവുണ്ട്. സാരമല്ല, ചെറിയൊരു ഓപ്പറേഷൻ വേണം, എല്ലാം ശരിയാവും. ഇപ്പോ ഇയാളോടൊന്നും പറയണ്ട. ഇയാളെ ബന്ധുക്കൾ ആരെങ്കിലും വരും നോക്കാം. നൂർജഹാനെ, നൂർജഹാനെ. മോനെ, എന്താ എന്റെ മോന് പറ്റിയത്? എനിക്ക് കണ്ണ് കാണാൻ പറ്റില്ല ഉമ്മ. ശരിയാക്കാൻ ഒരുപാട് പൈസ ആവുന്ന ഡോക്ടർ പറഞ്ഞത്. അത് കൊണ്ടുവരാൻ പോയിരിക്കാൻ നൂർജഹാൻ. എന്റെ ഉമ്മാനെ വേദനിപ്പിച്ചതിന് പടച്ചോൻ തന്ന ശിക്ഷ ഉമ്മ. 5 നേരം എന്റെ ഉമ്മ പ്രാർത്ഥിക്കുന്നുണ്ട്, എന്റെ കുട്ടിക്ക് ഒരു ആപത്തും വരുത്തല്ലേ എന്ന്. ഷമീദിന്റെ റിലേറ്റീവ്സ് അല്ലേ? നിങ്ങളോട് ആരുടെയെങ്കിലും ഡോക്ടറുടെ റൂമിൽ ഒന്ന് ചെല്ലാൻ പറഞ്ഞു. അവിവേകാണ് ആ കുട്ടി കാണിച്ചത്. ഓപ്പറേഷൻ വേണമെന്നൊക്കെ പറഞ്ഞപ്പോൾ അവൾ പേടിച്ചു കാണും. ഉള്ള പണവും പോയി കാഴ്ചശക്തി എങ്ങാനും തിരിച്ചു കിട്ടിയില്ലെങ്കിലോ? എത്ര പണം വേണ്ടി വരും എൻ്റെ ഓപ്പറേഷൻ? എൻ്റെ സ്വത്ത് മുഴുവൻ വിറ്റിട്ടാണെങ്കിലും കുഴപ്പമില്ല, എനിക്ക് ഓനെൻ്റെ പഴയ ഷമീദായിട്ട് തിരിച്ചു കിട്ടണം. നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ആജിയാർ. എത്രയും പെട്ടെന്ന് പണം എത്തിക്കാനുള്ള ഏർപ്പാട് ചെയ്താൽ മതി. ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കൊള്ളാം. എത്രയും പെട്ടെന്ന് പണം എത്തിക്കാനുള്ള ഏർപ്പാട് ചെയ്താൽ മതി. ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കൊള്ളാം. ഒന്ന് എഴുന്നേൽപ്പിച്ചേ. മെല്ലെ കണ്ണു തുറന്നോളൂ.
ഈ ചെയ്ത തെറ്റിനുള്ള ശിക്ഷയാണ് ഈ അനുഭവിച്ചത്. ഇന്നാ അനക്ക് തരാൻ വേണ്ടി ഞാൻ എടുത്തു വെച്ചതാ. അന്റെ കെട്ടിയോൾ എഴുതി വെച്ച കത്ത. ഇത് വായിച്ചു നോക്കാൻ ആ സമയത്ത് എനിക്ക് പറ്റില്ലായിരുന്നല്ലോ. സാരല്ല, അന്നോട് ഞാൻ അന്ന് പറഞ്ഞ ഓർമ്മ ഉണ്ടോ എനിക്ക്? പെണ്ണ് 100 കിട്ടും, പെറ്റുമാൻ 1 കിട്ടൂ. ആ ഒന്നാണ് ഈ ഉമ്മ. ഒരുപാട് മക്കൾക്കുള്ള പാടാണ് എൻ്റെ ജീവിതം. സ്വന്തം കാലിൽ നിൽക്കാനായി എന്ന് തോന്നുമ്പം പെറ്റ തന്തേനെയും തള്ളേനെയും തഴയണ മക്കൾക്കുള്ള പാഠം. ഒന്നുമില്ലമ്മ, എല്ലാം ശരി. എന്തെന്റെ മോനെ എനിക്ക് പറ്റിയത്? സാരല്ല, എല്ലാം ഒന്ന് കലങ്ങി തെളിഞ്ഞല്ലോ. അന്റെ അമ്മാന്റെ തേട്ടത്തിന്റെ ഫലം കൊണ്ടാണ് ഒരാപത്തും കൂടാതെ ജി രക്ഷപ്പെട്ടത്. ഉമ്മാന്റെ മനസ്സ് എനിക്കറിയാം. കാരണം ഞാനും ഒരു ഉമ്മയാണ്. ഒരിക്കലും അടങ്ങാത്ത സ്നേഹത്തിന്റെ കടലാണ് ഉമ്മ. അതിഞ്ഞെങ്കിലും എന്റെ മോൻ മറക്കരുത്. ഉമ്മ, എന്റെ ഉമ്മനോട് ക്ഷമിക്കണം. ഇനി ഉമ്മാനെ ഞാൻ ഒരിക്കലും വേദനിപ്പിക്കൂല. ഉമ്മാനെ എതിർത്ത് ഒരു വാക്ക് പോലും മോൻ പറയൂല. എനിക്ക് മോനെ, എന്റെ കുട്ടിനോട് ഉമ്മാക്ക് ഒരു വെറുപ്പില്ല. ഷമീദേ, ഈ മാത്രല്ല, തെറ്റ് നമ്മളും ചെയ്തിരിക്കണം. എന്റെ കുട്ടികളെ 2 പിരിച്ചതാണ് നമ്മൾ ആദ്യം ചെയ്ത തെറ്റ്. പാത്തുമോ, ഈ മോളങ്ങോട്ട് വിളിക്ക്. അന്റെ ഷമീദക്ക വന്നിക്കണ്. മോളെ, ഇതാ എന്റെ ഷമീദക്ക. ഇനി നിങ്ങൾ ആരും പിരിക്കൂല. എന്തേ എന്തേ പാത്തുമോ? കാത്തിരുന്ന നാള് വന്നു എൻ്റെ റമീസ, കാത്തിരുന്ന നാള് വന്നു എൻ്റെ റമീസ. അല്ലാഹു തന്ന നാള് വന്നു പൊന്നു റമീസ. അല്ലാഹു വിധിച്ചാൽ നമ്മളൊന്ന് റമീസ, അല്ലാഹു വിധിച്ചാൽ